ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ വർഷം മുതൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് മാർവലസ് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, ഹാർമണി ഓഫ് മാർവലസ് അഥവാ അത്ഭുതങ്ങളുടെ ഒരു യോജിപ്പാണ്. അപ്പോൾ എന്തോ അത്ഭുതത്തെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗം എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? ഒരു കുട്ടി ഒരു റോബോട്ടിൻ്റെ കൈ കൊണ്ട് ആ ഒരു ലോകത്തെ കാണുകയാണല്ലേ. ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ആ ഒരു ലോകത്തെ കാണുന്ന ഒരു കുട്ടിയുടെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. താഴെ നമുക്കൊരു കോട്ട്സ് തന്നിട്ടുണ്ട്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എന്താ പറയുന്നത്? വണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി. അത് എന്ന് പറയുന്നത് വിസ്ഡം എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ്. ഓക്കെ, അറിവിൻ്റെ തുടക്കമാണ്. നമുക്ക് ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു വണ്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ കൂടുതൽ അറിവുകൾ തേടാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. സോക്രട്ടീസിൻ്റെ വാക്കുകളാണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ദ ഡോർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഠഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ കുറിച്ചിട്ടാണ്. പാഠഭാഗത്തേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്. താഴെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്. റോബോട്ടിൻ്റെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള റോബോട്ടുകളുടെ പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. എല്ലാ കൂട്ടുകാർക്കും റോബോട്ടിനെ ഇഷ്ടമാണല്ലേ. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ റോബോട്ടിനെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു പാഠഭാഗമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിക്കാം. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം. എന്താണ് റോബോട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയൊക്കെയാണ് നമ്മൾ റോബോട്ടിനെ കോമൺ ആയിട്ട് കാണുന്നത്? ഒന്ന് എഡ്യൂക്കേഷൻ ഫീൽഡിൽ റോബോട്ടിനെ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ AI ഒക്കെ വന്നതോട് കൂടിയിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡ്, അതുപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷൻ, നമുക്ക് സ്പേസിലുള്ള എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് റോബോട്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, മെയിൻ്റനൻസ്, ക്ലീനിങ് ആൻഡ് ഡിഫൻസ്, ഇതിലെല്ലാം നമുക്ക് റോബോട്ടിൻ്റെ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോഴ്സ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹൗസ് ഹോൾഡ് ചോഴ്സിൽ റോബോട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്? എന്താണ് ഹൗസ് ഹോൾഡ് ചോഴ്സ്? നമ്മുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന പ്രവർത്തനങ്ങൾ, പണികൾ, അതിൽ റോബോട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഇനി ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് യർ റോബോട്ട് അറ്റ് ഹോം വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു. എന്താണ്? നിങ്ങൾക്ക് റോബോട്ടിൻ്റെ സർവീസ് നിങ്ങളുടെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യിപ്പിക്കും അല്ലേ. ഹെൽപ്പ് മീ ടു ഡു ഓൾ മൈ ഡെയിലി ചോഴ്സ്. എൻ്റെ എല്ലാ ദിവസത്തെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെൽപ്പ് മീ ടു ഡു മൈ ഹോംവർക്ക് ആൻഡ് അതർ തിങ്സ്. എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയും. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഹോംവർക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോബോട്ടിനെ ഉപയോഗിക്കാം. അതുപോലെ യൂസ് ടു നോ അബൌട്ട് ദ വേൾഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റോബോട്ടിനെ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോബോട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെയാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ലിസ്റ്റ് സം ഓഫ് ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഗാഡ്ജറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ഡിവൈസസിൻ്റെയോ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടായിരിക്കും, റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ, വാഷിംഗ് മെഷീന്, മൊബൈൽ ഫോൺ. ഇതൊക്കെ നമുക്ക് ഗാഡ്ജറ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. ഇനി താഴെ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. താഴെ നമുക്ക് ഒരു ബോയിയുടെയും ഒരു റോബോട്ടിൻ്റെയും സ്റ്റോറി തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എന്താണ് സ്റ്റോറിയുടെ പേര്? എ റോബോട്ട് വിത്ത് എ വൈറസ്. എന്താണ്? റോബോട്ട്, അതിൻ്റെ കൂടെ ഒരു വൈറസും. പെട്രോ ബാബ്ലോ സാക്രിസ്റ്റൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. എന്താണ്? ഒരു നല്ല സണ്ണി ആയിട്ടുള്ള മോർണിംഗ് ആണ്. എന്താണ് സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ? നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള ഒരു വെളിച്ചമുള്ള രാവിലെ. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസസ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സിലെല്ലാം ഈ ഒരു സൺലൈറ്റ്, ഇങ്ങനെ ഗോൾഡൻ സൺലൈറ്റ്, നമുക്ക് രാവിലെ അറിയാം, രാവിലെ ഉള്ളത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റനിങ് ഉള്ള ഒരു സൺലൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു സൺലൈറ്റ് നമ്മുടെ സ്ട്രീറ്റ്സിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്.
ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അതെവിടെയാണ്? നമ്മുടെ ഹൗസിൻ്റെ ടോപ്പിലും അവരിങ്ങനെ ആ ഒരു സൂര്യപ്രകാശം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ എയർ വാസ് എ ക്രിസ്പ് ആൻഡ് എ റിഫ്രഷിങ്. എയർ എന്ന് പറയുന്നത് വളരെ ക്രിസ്പാണ്, വളരെ റിഫ്രഷിംഗ് ആണ്. ക്രിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ ക്രിസ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയാറുണ്ട്, കഴിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആണെന്നല്ലേ, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര തണുപ്പ്, ഭയങ്കര വാമായിട്ടുള്ള എയറിനെയും നമ്മൾ ക്രിസ്പ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഭയങ്കര വാമായിട്ടുള്ള, ഭയങ്കര ചെറുതായിട്ടൊരു തണുത്ത ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എയർ ആണ് അവിടെ ഉള്ളത് എന്നാണ്. The sunbeams peeped into Ricky's room through the skylight. റിക്കിയുടെ റൂമിലേക്ക് ഈ സൺബീംസിൻ്റെ പീപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ ഈ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റ് വരാൻ വേണ്ടി ഇടില്ലേ, പറഗോള എന്നൊക്കെ പറയില്ലേ, അതിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. പക്ഷെ അവനെന്താണ്? ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവന് 11 വയസ്സായിട്ടുള്ള 11 വയസ്സായിട്ടുള്ള ഒരു യങ് ബോയ് ആണ് നമ്മുടെ ആര്? റിക്കി. റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. റിക്കി ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലവ്ലി ആയിട്ടുള്ള വളരെ സ്നേഹമുള്ള ഫ്യൂച്ചറിസ്റ്റിക്സ് ഹൗസ്. ഫ്യൂച്ചറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള വീടല്ല, ഇപ്പോഴുള്ള പുതിയ രീതികളിലുള്ള ഒരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അവനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവിടെ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത്. ബട്ട് ഹി വാസ് എ സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. എന്താണ്? പക്ഷെ അവന് സ്ലോവൻലി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി, ലേസി, അലസത കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് അവൻ്റെ ഹാബിറ്റ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം, അവൻ്റെ സാധനങ്ങളെല്ലാം അവൻ അവിടെയും ഇവിടെയും എല്ലാം വലിച്ചിടുന്ന ഒരു സ്വഭാവമാണ്. ഓക്കെ, ഇതാ അവൻ്റെ റൂം. റിക്കിയാണ് ഇരിക്കുന്നത്. റിക്കിയുടെ റൂമിൻ്റെ ഒരു പിക്ചറാണ്. എല്ലാ സാധനങ്ങളും ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ റിക്കിക്കുള്ളത്. His mother had to collect his belongings from all corners of the house. എന്താണ്? അവൻ്റെ മദർ എപ്പോഴും അവൻ്റെ സാധനങ്ങൾ വീടിൻ്റെ ഓരോ കോർണറിൽ നിന്നും ഇങ്ങനെ കളക്ട് ചെയ്യാറാണ്. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അവൻ്റെ മദർ എന്ന് പറയുന്നത് ബാങ്കിലെ മാനേജറാണ്. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ തന്നെ അവർ ജോലിക്കായിട്ട് പോകും. ഷി ഓൾവേസ് ഹാർഡ് വർക്ക് ഫോർ റിക്കി. റിക്കിക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവൻ്റെ അമ്മ. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പോൾ റിക്കിയോട് പറയാണ്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. നിന്റെ സ്കൂൾ ബാഗൊക്കെ നീ സ്റ്റഡി റൂമിൽ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിന്റെ ക്ലോത്ത്സ് എല്ലാം വാഷിംഗ് മെഷീനിൽ ഇടണം. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിന്റെ ടിഫിൻ ബോക്സ് എല്ലാം നീ വാഷ് ചെയ്യണം. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആസ് സോൺ ആസ്. എന്താണ്? ഇങ്ങനെ റിക്കിയോട് പറയാണ്, നിന്റെ ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ നീ അയൺ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സോ ഓൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റിക്കിയോട് അവർ പറയും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ എന്താണ്? റിക്കി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാനാണ് അവനിക്ക് ഇഷ്ടം. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൌണ്ട് ദ ഹൗസ്. റിക്കി ഒരിക്കലും വീട്ടിൽ ഒരുപാട് കാര്യങ്ങളിലൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് when they brought a latest model of a butler robot. പക്ഷേ അവൻ്റെ പാരൻസ് ഒരു റോബോട്ടിനെ കൊണ്ടുവന്നപ്പോൾ, അതുവരെ അവന് ഭയങ്കര ലേസി ആയിരുന്നു, പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. As soon as it arrived, off it went cooking, cleaning and ironing. അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? അത് അവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും എല്ലാം അതാണ് ആ റോബോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായിരുന്നു? റിക്കിയുടെ സാധനങ്ങൾ നമുക്കറിയാം എല്ലാം കോർണറിലായിരുന്നു. അപ്പോൾ അതെല്ലാം പിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു റോബോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. അങ്ങനെ ഒരു ദിവസം അവന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ റൂം എന്ന് പറയുന്നത് ഭയങ്കര ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആയിരുന്നു. അഥവാ ഭയങ്കര എല്ലാം വലിച്ചു വാരിയിടുന്ന ഒരവസ്ഥയല്ലേ, ഭയങ്കര ക്ലീനൊന്നല്ലാതെ കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി.
പക്ഷേ അവന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ, ഉറങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ റൂം എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ്ലി ക്ലീനും ഭയങ്കര ചൈദ്യവുമായിരുന്നു. ഭയങ്കര ക്ലീനായിട്ട് കിടക്കുന്ന, ഒന്നും നിലത്ത് കിടക്കാതെ ഭയങ്കര ക്ലീനായിട്ട് കിടക്കുന്ന ഒരു റൂമാണ് അവൻ രാവിലെ എണീറ്റപ്പോൾ കണ്ടത്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. അപ്പോൾ അവനെന്തായി, അവന് ഭയങ്കര അത്ഭുതം തോന്നി. എങ്ങനെയാണ് എൻ്റെ റൂം ഇത്രയും ക്ലീനായത് എന്നവന് എക്സ്ക്ലൈംഡ്, അവൻ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇൻഫാക്റ്റ്, സത്യത്തിൽ ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ആക്ച്വലി ഇത് ഭയങ്കര ക്ലീൻ ആണ്. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. പക്ഷെ എന്താ സംഭവിച്ചത്, ഇത് റൂമൊക്കെ ഭയങ്കര ക്ലീൻ ആണ്, പക്ഷെ റിക്കിക്ക് അവൻ്റെ ടീഷർട്ടും അവൻ്റെ ഫുട്ബോളും അവിടെ കണ്ടെത്താൻ പറ്റിയില്ല. മാ, വേർ ഇസ് മൈ ടീഷർട്ട്? എന്താണ്, അപ്പോൾ മമ്മോട് ചോദിക്കുകയാണ്. മാ എന്ന് പറഞ്ഞാൽ മമ്മ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. മാ, വേർ ഇസ് മൈ ടീഷർട്ട്, വേർ ഇസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. എവിടെ എൻ്റെ ടീഷർട്ട്, എവിടെ എൻ്റെ ബോൾ എന്ന് ചോദിച്ചുകൊണ്ട് അവനിങ്ങനെ പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും കാണാതായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ, അങ്ങനെ ശല്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ പെസ്റ്റേർഡ് എന്ന് പറയുക. അപ്പം അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ. He could not find his things even after he had searched up and down. അവന് താഴെയും മുകളിലും അവിടെയും ഇവിടെയും എല്ലാം നോക്കി, പക്ഷെ അവനക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. He asked himself, അവനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. Where could they have gone? ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് പോയത് എന്ന് അവനോട് തന്നെ സ്വയം ചോദിക്കാൻ തുടങ്ങി. However much he searched during the day, അങ്ങനെ അവന് ആ ഒരു ദിവസം മൊത്തം അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. Those two items did not reappear. ആ 2 ഐറ്റംസ് അവിടെ ഒന്നും കാണാൻ അവനക്ക് കഴിഞ്ഞില്ല. And the same was to happen with other things too. എന്താണ്, ഇത് അന്ന് 2 എണ്ണം ഇത് കാണാതായി, ഇത് പിന്നെ ഇങ്ങനെ സെയിം ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. കാരണം അവൻ അവിടെയും ഇവിടെയും വലിച്ചിടും, അതൊക്കെ ആരോ ക്ലീൻ ചെയ്യുന്നു, പിന്നെ അവൻ തിരഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കാണാത്തൊരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ക്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുകൊണ്ട് അവൻ ഈ ഒരു ബട്ട്ലർ റോബോട്ടിനെ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് വർക്ക്, ഹി തോട്ട്. അങ്ങനെ അവൻ വിചാരിച്ചു, ഇതൊക്കെ ഇവൻ്റെ പണിയാണെന്ന് അവന് വിചാരിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്, he hatched a plan to spy on the robot and began following it around the house. എന്താണ്, അങ്ങനെ ഇവനെ നോക്കിക്കൊണ്ട്, നമ്മുടെ റോബോട്ടിനെ നോക്കിക്കൊണ്ട് റിക്കി അവനെയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി അങ്ങനെ അവസാനം എന്താ ഉണ്ടായത്, he caught his red-handed while he was picking up on his clothes. അങ്ങനെ ഇവിടെ നിന്ന് ഈ റോബോട്ട് അവിടെ നിന്ന് എല്ലാം എടുക്കുന്ന സമയത്ത് അവനക്കത് മനസ്സിലാക്കാൻ അവനത് ക്യാച്ച് ചെയ്തു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് ആസ് നോയ്സ്. അങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റോബോട്ട് ഇതൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ റിക്കി റോബോട്ടിൻ്റെ പിറകെ പോയി. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അങ്ങനെ പോയപ്പോഴാണ് അവനക്ക് സർപ്രൈസ് ആയത്. എന്തുണ്ടായത്, റോബോട്ട് ഇതൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് നീറ്റാക്കിയിട്ട് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. Off he went running to his parents. അങ്ങനെ അവൻ അവിടുന്ന് ഓടി നേരെ പാരൻസിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, Father, this butler robot is faulty. He was flitted my things. I think they programmed him badly. Let us send him off. എന്താ പറയുന്നത്, ഫാദറിൻ്റെ അടുത്ത് പോയി പറയാണ്, ഈ റോബോട്ട് ശരിയല്ല, ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ്, നമുക്കിതിനെ എവിടെ നിന്നാണോ കിട്ടിയത് അങ്ങോട്ട് തന്നെ നമുക്ക് പറഞ്ഞു വിടാമെന്ന് പറയാണ്. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. അങ്ങനെ അവൻ്റെ തലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോട്ട്, നീ പറയുന്നത് ശരിക്കും റോങ് ആണ്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയാണ്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഇവന് റോബോട്ടിക്സിൽ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒന്നാണ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ഇതെന്താണ്, ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ന്യൂ ബട്ട്ലറിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം ഫൈൻ ആണ്. ബട്ട് റിക്കി വാസ് എ ഒബ്സ്റ്റിനേറ്റ്. I want to get rid of him. I heated a argument between Ricky and his father followed. അങ്ങനെ എന്താണ്,
റിക്കി പറയാണ് നിങ്ങൾ പറയുന്നത് ശരിയല്ല, അങ്ങനെയൊന്നല്ല, ഇതിൻ്റെ പ്രോഗ്രാം എല്ലാം ആകെ ശരിയല്ലാത്ത രീതിയിലാണ്, എനിക്കിതിനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയാണ്. അങ്ങനെ റിക്കിയും ഹിസ് ഫാദറും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ, ഡിബേറ്റ് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഫാദർ പറയാണ്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഫാദർ പറയാണ്, റോബോട്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു, അതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നീ ഒന്ന് നോക്ക്. റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, അവന് നല്ലതിനേക്കാൾ ഒരുപാട് ഹാം ആയിട്ടുള്ള ഒരുപാട് ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ്. റിക്കി നീയാണ് റോങ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്, നിനക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് റോബോട്ട് ചെയ്യുന്ന വർക്ക് എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. റിക്കി പറയാണ്, ഐ കാണ്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റോബോട്ട് ഒരു ബിഗ് പ്രോബ്ലം ആയിട്ട് മാറും, അത് നല്ല രീതിയിലല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ട്, വളരെ ദോഷകരമായിട്ട് മാറുമെന്നാണ് റിക്കി പറയുന്നത്. Ricky kept on complaining to his parents about the robot hiding things. ഇങ്ങനെ റോബോട്ട് ഓരോന്ന് ഹൈഡ് ചെയ്ത് കൊണ്ടുവെക്കുന്ന കാര്യമൊക്കെ റിക്കി ഇങ്ങനെ പാരൻസിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ തുടങ്ങി. ദാറ്റ് ഔട്ട്വെയ്റ്റഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അവൻ എന്തൊക്കെയാണോ ചീത്തയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം റിക്കി നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. വൺ ഡേ, ഒരു ദിവസം, ദ റോബോട്ട് ഹു വാസ് എ ഏർണിംഗ് പാസ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈൻസ്. അങ്ങനെ ഒരു ദിവസം റോബോട്ട് ഈ കംപ്ലൈൻസ് ഒക്കെ കേൾക്കുകയാണ്. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. അങ്ങനെ റോബോട്ട് നമ്മുടെ റിക്കിയുടെ ഒരു പെയർ ഷൂസും അതുപോലെ തന്നെ കുറച്ച് ക്ലോത്ത്സും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറയാണ്, സാർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് എ ബോദറിങ് യു. എനിക്കറിയില്ല നിങ്ങൾ ഇതെല്ലാം ഇത്രയും ബോദറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് എ മെറ്റാലിക് വോയിസ്. ആ ഒരു മെറ്റാലിക്, റോബോട്ടിൻ്റെ വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് പോലെയല്ലേ അല്ലേ, ആ ഒരു മെറ്റാലിക് വോയിസിൽ അവന് പറഞ്ഞു. ആര്? നമ്മുടെ റോബോട്ട്. എന്നിട്ട് പറയാണ്, ഹൗ കുഡ് it not, you thief, you have been nicking my stuff for weeks. എന്താണ്? നീ ഒരു കള്ളനാണ്, നീ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോവുകയാണ് ഓരോ ആഴ്ചയിലും എന്ന് പറയാണ്. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈ സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഫ്ലോറിൽ കിടക്കുകയാണ് ചെയ്യാറ്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിനക്കിതൊന്നും ആവശ്യമില്ല എന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് എ വാണ്ടഡ്. എൻ്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തറയിലൊക്കെ കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്നാണ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. എന്താണ്? അപ്പം രാത്രി ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലേ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാനിതെല്ലാം കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കാറാണ്. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മിഷൻ. ഞാൻ ഒരു മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് എൻ്റെ മാക്സിമം ലെവലാണ്. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. ഞാൻ എവിടെയാണ് മാറിപ്പോയത്, എനിക്ക് എന്താണ് സംഭവിച്ചത്? ദ റോബോട്ട് സേഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര പ്രൈഡായിട്ട് റോബോട്ട് പറഞ്ഞു, എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇവിടെ താഴെ കാണുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അൺവാണ്ടഡ് തിങ്സ് ആണ്, അതൊക്കെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ്, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് റോബോട്ട് പറയുന്നത്. റിക്കി വാസ് അഷെയിംഡ്. അപ്പോഴാണ് റിക്കിക്ക് മനസ്സിലായത്, എന്താണ് റോബോട്ട് പറയുന്നത് ശരിയാണ്, ഞാൻ തറയിലിടുന്ന സാധനങ്ങൾ മാത്രമേ റോബോട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് സ്റ്റോറിൽ ഇതിൽ വെക്കാറുള്ളൂ, അല്ലാത്തതൊന്നും ചെയ്യാറില്ല. അപ്പോൾ റിക്കിക്ക് തന്നെ ഒരു ലജ്ജ തോന്നി. He had spent all his life treating things as though they were useless. അപ്പോൾ എന്താണ്, ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതെല്ലാം എനിക്ക് എന്താ പറയുക ഒരു കാര്യമില്ലാത്ത സാധനങ്ങളാണ്, ഞാനിങ്ങനെ അവിടെയും ഇവിടെയും ഇടുന്നത് കൊണ്ടാണ് റോബോട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റോബോട്ടിൻ്റെ കയ്യിലല്ല തെറ്റ്, എൻ്റെ കയ്യിലാണ്. He scared for nothing. Yet there were many people in the world who would not have been delighted to have Ricky's things. എന്താണ്, ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ റിക്കിയുടെ പോലെയുള്ള ആളുകൾ എന്നാണ്. Unlike him, they would
they would have taken good care of them too. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നന്നായിട്ടൊരു കെയർ എടുക്കണം എന്നാണ് പറയുന്നത്. He realized that robot was neither broken nor misprogrammed. അപ്പോഴാണ് അവനക്ക് മനസ്സിലായത് റോബോട്ടിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മിസ്പ്രോഗ്രാംഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ അല്ല. പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? എല്ലാം റിക്കിയുടേതാണ്. rather it had been programmed extremely well. ഈ ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എക്സ്ട്രീംലി വെൽ ആയിട്ടാണ്, അഥവാ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ റിക്കിക്ക് മനസ്സിലാവുകയാണ്. സിൻസ് ദെൻ, അതിനുശേഷം എന്താ സംഭവിച്ചത്? റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അങ്ങനെ റിക്കിയും ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറാൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ടു ട്രീറ്റ് ഹിസ് തിങ്സ്. എങ്ങനെയാണ് അവൻ്റെ സാധനങ്ങളെല്ലാം കെയർ ചെയ്യേണ്ടത് എന്ന് അവന് പഠിച്ചു. He kept them tidy and made sure he didn't have more than what was necessary. എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ ഓരോ സ്ഥലത്ത് വെക്കുകയും അവൻ എപ്പോഴും ക്ലീനായും നീറ്റായും അവിടെ കൊണ്ടു നടന്നു. And he took a leaf out of the robot's book. With his pocket money, he began to help people and their needful തിങ്സ് ഫോർ ദം. അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് അവന് എന്താ പറയുക, അവൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊടുക്കാനും പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാനും എല്ലാം അവൻ തുടങ്ങി. അങ്ങനെ അവനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മുടെ റിക്കിയും റോബോട്ടും തമ്മിലുള്ള സ്റ്റോറി. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത് എഴുതിയ ഓദറിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഓദർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ, റൈറ്റർ. Pedro Pablo Sacristan was born in a Madrid, Spain in 1973. അദ്ദേഹം 1973 ജനിച്ചത്. മാഡ്രിഡ്, സ്പെയിനിലെ മാഡ്രിഡിലാണ് ജനിച്ചത്. ഹി ഹോൾഡ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിന് മാനേജ്മെൻറ്റിലാണ് മാസ്റ്റേഴ്സ് ഉള്ളത്. അതുപോലെ ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എഴുത്തുകൾ, ഷോർട്ട് സ്റ്റോറീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ റൈറ്ററും കൂടെയാണ്. അതുപോലെ സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസ് അദ്ദേഹം ഓഡിയോ ബുക്കായിട്ട് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നുള്ളത്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. These are some of the events that are described in the story. Read them carefully. ഇത് നമ്മുടെ സ്റ്റോറിയിലെ ഒരുപാട് ഇവൻറ്റ്സ് തന്നിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലെ വർക്ക് എന്ന് പറയുന്നത് അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ എന്നുള്ളതാണ്. ഇത് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡർ ആയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെയാണ് കൂട്ടുകാർ ഈ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇവിടെ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് എന്നുള്ളത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോയ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. ഈ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് റിക്കിയുടെ അമ്മ പറയുകയാണ്. തേർഡ് എന്ന് പറയുന്നത് റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ഇനി ഫോർത്ത് വൺ റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീ ഷർട്ട് ആൻഡ് ഫുട്ബോൾ. Fifth one, Ricky follows the butler robot around the house to spy on it. Sixth one, Ricky catches the butler robot red-handed. Seventh one, Ricky complains to his parents about the butler robot. Eighth one, Ricky becomes ashamed of how he treated his belongings. Ninth one, Ricky starts taking better care of his possessions. Then 10th one, Ricky decided to become a maximum efficiency boy. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇവൻസിനെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് താഴെ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബവ്. ഈ ഇവൻറ്റ്സിനെ നിങ്ങൾ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.